ഏതൻ ഹൗസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഡിന്നർ ചില്ലി ഫ്ലെക്സ് ചിക്കൻ ഫ്രൈയും ഗീ റൈസും ആണ്. അപ്പോൾ അത് തയ്യാറാക്കാൻ നമ്മളിവിടെ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവാള എടുക്കാം. കൊച്ചുള്ളി ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. അപ്പോൾ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മൾ വറ്റൽമുളകാണ് എടുക്കുന്നത്. വറ്റൽമുളക് ചതച്ചെടുക്കണം. അതായത് പൊടിയരുത്, ക്രഷ് ചെയ്തെടുക്കുക. നമ്മൾ വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് വഴറ്റുക. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകും ചേർത്ത് മൂത്ത് വരുന്നതാണ്. അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. എരിവ് നമുക്ക് ഇത് മുളക് ചതച്ച് വെച്ചേക്കുന്നത് നല്ല എരിവുണ്ട്. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കളറൊക്കെ കിട്ടും. ചേർത്ത് ചിക്കൻ അതിനകത്തിട്ട് വെള്ളം ഒഴിക്കാതെ കൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകരുത്. ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട. നമുക്ക് ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് അടച്ച് വെച്ച് പിന്നെയും മൂപ്പിച്ചെടുക്കുന്നതുകൊണ്ട് ഇത് ഒരുപാടങ്ങ് വഴറ്റി മൂപ്പിക്കേണ്ട കാര്യമില്ല. മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുന്ന ഉടനെ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ചിക്കൻ മസാല ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ മസാല എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെക്കണം. ഇപ്പോൾ ചിക്കൻ്റെ ആ വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെ അത് വെന്തോളും. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഉപ്പൊക്കെ ഇട്ടു. കുറച്ച് ഉപ്പിട്ടാൽ മതി. പിന്നെ എല്ലാം വെന്ത് കഴിയുമ്പം പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി. അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം. ചെറിയ തീ ഇട്ട് കൊടുത്താൽ മതി. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലേക്ക് കണ്ടോ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ചിക്കനിൽ. ഇപ്പം ആ വെള്ളത്തിൽ തന്നെ ഇതങ്ങ് വെന്തോളും. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കളറൊക്കെ ഉണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളമെല്ലാം വറ്റി വരണം. നമുക്ക് പിന്നെ അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ വേവുകയും ചെയ്യണമല്ലോ. നമ്മുടെ ചിക്കൻ റെഡി ആയോ നോക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം ശകലം വെള്ളമേ ഉള്ളൂ. ഓയിൽ വേറെ ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ ഒഴിക്കുന്ന ആ വെളിച്ചെണ്ണ തന്നെ മതി. പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല കളറൊക്കെ ആയിട്ടുണ്ട്.
നമ്മുടെ ചിക്കൻ അവിടെ റെഡിയായ സമയത്ത് ഇപ്പുറത്ത് ഗീ റൈസ് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിനകത്താണ് ഒരു വിസിലടിച്ച് കഴിയുമ്പം റൈസ് റെഡിയാവും. അതുകൊണ്ട് കുക്കറിനകത്താണ് വെച്ചേക്കുന്നത്. നമ്മുടെ ചിക്കന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഉപ്പ് നോക്കാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്, അടിപൊളി ടേസ്റ്റാണെന്നാണ് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വെറും ചിക്കനല്ല, ഇടിച്ച മുളക് ഇട്ട് ചിക്കൻ ഫ്രൈ. ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഡീപ്പ് ഫ്രൈ അല്ല ഇത്, നോർമൽ, നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മളിവിടെ ഗീ റൈസിൻ്റെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കേ.